സാറേ, ഇപ്പം ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ കൂടെ ഒരു മൂവി വർക്ക് ചെയ്യുകയും അവരുമായിട്ട് നല്ലോണം ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പോലീസ് സേനയിൽ നിന്നൊക്കെ ഒത്തിരി യാതനകൾ അനുഭവിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണെങ്കിലും പക്ഷേ അവരെയും ബഹുമാനിക്കണം, അവരുടെ ഒരു സ്വത്വത്തെ ബഹുമാനിക്കണം എന്ന് സാർ പറയുമ്പോൾ നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത്? 100%. ഞാൻ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് എൻ്റെ ചുമതലയിൽ ഞാൻ പോലീസിൽ ഒരു 10 വർഷത്തോളം ജോലി ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ട്രാൻസ്ജെൻഡർ ഫെസ്റ്റുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രസകരമായ നല്ല കലാകാരന്മാരാണ് എല്ലാവരും, അല്ലെങ്കിൽ കലാകാരികളാണ്. ഇപ്പം നമുക്കിപ്പം ഈ ലിംഗഭേദമില്ലാതെ സംസാരിക്കാൻ ഭാഷ പോലും കൈമോശം വന്നിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇവർക്ക് ഞാൻ വളരെ രസകരമായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്തപ്പം കുറേ നേരം ഞാൻ സ്റ്റേജിലിരുന്ന് ഇവരുടെ പരിപാടി കണ്ടു, ഇവരെക്കുറിച്ച് സംസാരിച്ച് പ്രസംഗിച്ച ശേഷം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂം പോകണമെന്ന് പറഞ്ഞു, ടോയ്ലറ്റ് യൂസ് ചെയ്യണമെന്ന്. അപ്പം ഞാൻ ചെന്നപ്പോൾ കാണുന്ന ശരി ഇവരെല്ലാവരും 2 ടോയ്ലറ്റിലും ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെ ടോയ്ലറ്റ്. അവർക്ക് ആ വ്യത്യാസമില്ലാത്തവർ, അവർക്ക് ലിംഗഭേദ, അവർ പെട്ടെന്ന് ഡാൻസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ 2 ഇറങ്ങി തന്നു. സാർ ഇതിലൂടെ പോയിക്കോന്നു. ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ, എനിക്ക് സ്ത്രീകളുടെ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് വാർത്തയാവും, എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ അപ്പോഴാണ് ഇവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. ഞാൻ അന്ന് അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയുണ്ടായി. പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയും, നമ്മൾ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ ധാരണ എന്താ വെച്ചാൽ മെയിൽ, ഫീമെയിൽ കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ ഒരു ജെൻഡറാണെന്നാണ്. അങ്ങനെയല്ല. ഒരുപാട് ഞാൻ മനസ്സിലാക്കിയത് 72 ഷെയ്ഡ്സ് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ്. ഒരു ട്രാൻസ്ജെൻഡറുടെ ട്രോമയായിരിക്കില്ല അടുത്ത ട്രാൻസ്ജെൻഡറുടെ ട്രോമ. ഒരാളുടെ സമൂഹത്തിലേക്കുള്ള ബിലോങ്ങിങ്നെസ്സിനുള്ള ബുദ്ധിമുട്ടായിരിക്കില്ല വേറൊരാളുടെ. ദേ ഡോണ്ട് ബിലോങ് എന്നുള്ള ഫീലിംഗ് സമൂഹം നിരന്തരം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ ഫിസിക്കൽ ആയിട്ടുള്ള ബോഡി എൻസൈംസിൻ്റെയും മെൻ്റലായിട്ടുള്ള മാനസികമായിട്ടുള്ള വ്യതിയാനങ്ങളുടെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി 72 തരം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഓരോരുത്തരുടെയും പ്രോബ്ലംസ് യുണീക്കായിരിക്കും. അപ്പം ഞാൻ മുമ്പ് ഒരാളെ പരിചയപ്പെട്ടിരുന്നു. പിന്നെ നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ സമൂഹങ്ങൾ, ഇപ്പോൾ കേരളത്തിൽ താങ്കൾ പറഞ്ഞു ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ആക്സെപ്റ്റൻസ് കൂടുതലായിട്ടുണ്ടെന്ന്. ശരിയാണ്. പക്ഷെ ഇതിന് വളരെ മുമ്പ് വരെ, തൊട്ടടുത്ത കാലം വരെ തീർത്തും ആക്സെപ്റ്റൻസ് ഇല്ല. ഇപ്പോഴും ഉള്ളുകൊണ്ട് ആക്സെപ്റ്റൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരു പരിധി വരെ. അപ്പോൾ ഈ ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ കോയമ്പത്തൂരിലൊരു വ്യക്തിയെ വിളിച്ച്, ഞാനിപ്പോൾ ഇന്ന് അഞ്ജലിയൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന ഇപ്പോൾ സ്ത്രീയായിട്ട് ജീവിക്കുകയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ജനിച്ചത് പുരുഷനായിട്ടാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു നഗരത്തിൽ അദ്ദേഹത്തിന് 4 സഹോദരങ്ങളുണ്ട്. 4 സഹോദരങ്ങളും ഈ വ്യക്തിയെ കാണുമ്പോൾ ഓടിച്ചിട്ട് അടിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുജിത്ത് എന്നുള്ള പേരിൽ ജനിച്ച ഈ വ്യക്തി ഇപ്പം ആ സുജിത്ത് ഇല്ല ലോകത്ത്. ഈ അച്ഛൻ എഴുതി വെച്ച വില്ല് പ്രൊബേറ്റ് ചെയ്യണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന് മുമ്പിൽ സുജിത്ത് വരണം. ഈ സുജിത്തിനെയാണ് ചോദിക്കുന്നത് അദ്ദേഹം. സുജിത്ത് എന്നുള്ള അസ്തിത്വം ഇല്ല. ഇപ്പോൾ ഈ പുതിയ അസ്തിത്വത്തിലുള്ള ഈ സ്ത്രീയെ ഈ വിൽപത്രത്തിൽ എഴുതി കാണുന്നില്ല. ഈ വില്ല് പ്രൊബേറ്റ് ചെയ്യാനോ ആ വിൽപത്ര പ്രകാരമുള്ള എന്തെങ്കിലും ഒരു സൗകര്യം അനുഭവിക്കാനോ ഈ 5 സഹോദരങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പം ഈ വ്യക്തിക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു അസ്തിത്വം ഇല്ല. അസ്തിത്വം ഇല്ലാത്തൊരു വ്യക്തിക്ക് മാത്രമേ ഇതിൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് ഈ അസ്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളിപ്പോൾ പോലീസ് പിടിക്കുന്നു, നമ്മളോട് ചോദിക്കുന്നു നിങ്ങളുടെ ലൈസൻസ് എവിടെ, നമുക്കൊരു ലൈസൻസ് എടുത്ത് കൊടുക്കാനുണ്ട്. ആധാർ എവിടെ, ആധാർ കൊടുക്കാനുണ്ട്. ഇല്ലെങ്കിൽ ആധാർ ഇല്ല, ഞാൻ പോയി എടുക്കണം എന്ന് പറയാനുള്ള ഒരു ആർജവം നമുക്കുണ്ട്. ഇങ്ങനെ പറയാൻ പറ്റാത്ത ഒരു പറ്റം വ്യക്തികളുടെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ അടുത്തറിഞ്ഞിട്ട് തന്നെയുണ്ട്. ആ സാഹചര്യത്തിലാണ് എനിക്ക് അഞ്ജലിയെ പരിചയപ്പെടാനും ഈ സിനിമയായിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പോൾ അഞ്ജലി ഞാൻ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നതോറും ഐ എം ഗെറ്റിംഗ് ടു നോ ഹർ മോർ. അപ്പോൾ അത്
ഞാനിപ്പം മനസ്സിലാക്കി വെച്ചതിനേക്കാളും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇവരെക്കുറിച്ച് ഇനി അറിയാനുണ്ടാവും. അറിയുന്നതനുസരിച്ച് ഈ എംപത്തൈസ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാർ മാറേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ മാറുന്നതനുസരിച്ചിട്ട് പോലീസ് സേനയിൽ നിന്നല്ല, എല്ലായിടത്തും ഇപ്പം നിയമങ്ങളില്ല. പറഞ്ഞ വെച്ചാലേ ഇപ്പം നമ്മൾ ഒരു വിചിത്രമായൊരു ഉത്തരവ് പണ്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ എന്താ പറയുക, ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് പണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു. രസം എന്ന് വെച്ചാൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് 5 വയസ്സ് വരെ ഇവർക്ക് ഈ ട്രോമയേ ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, അവർക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല. അവർ കുഞ്ഞുങ്ങളാണ്, അവർ ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി. ഇതുപോലും അറിയാതെയാണ് പലപ്പോഴും പല ഉത്തരവുകളും കാര്യങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വലിയ മാറ്റം വരുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാർഗദർശകമായിട്ടുണ്ട് ഇക്കാര്യത്തിൽ. ഇവിടുന്ന് കർണാടകത്തിൽ പോയി താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരിക്കൽ ബാംഗ്ലൂർ നമ്മുടെ മുമ്പ് ഒരു ഹൈക്കോടതി ജഡ്ജ് ഉണ്ടായിരുന്നു. ആ മാഡം അവിടെ ഇവരുടെ ഒരു കൂട്ടായ്മ ഓർഗനൈസ് ചെയ്ത് ഞാൻ അവിടെ പോയി ഇവരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള ഒരുപാട് പേരെ അവിടെ കാണാം. ഇങ്ങനെയുള്ളവരെ ഒന്നിച്ച് ജീവിച്ചാൽ ഇവർ കുറ്റവാളികളാണ് എന്നുള്ള മുൻവിധിയോടുകൂടിയാണ് പലപ്പോഴും നമ്മൾ അവരെ കാണുന്നത്, അല്ലെങ്കിൽ അസാൻമാർഗികളാണ്. അത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൊതുവിവക്ഷകൾക്ക് മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പം അത് എനിക്ക് മുമ്പേ ആ ധാരണയുള്ളത് തന്നെയാണ്. ഞാൻ അത്ര കുഴപ്പക്കാരനല്ല. പിന്നെ ഇങ്ങനെ ഒരു സംരംഭത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയപ്പം അത് എന്താ പറയുക, അതിന് ഉപോത്ബലകമായിട്ട് ഈ പഴയ ചിന്തയൊക്കെ വന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം. അവിടെ ഞാൻ കണ്ടു ഭയങ്കര ഗൃഹാതുരത്വം വളർത്തുന്ന ഫീല് തരുന്ന ഒരു പടമാണ്. ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട എയ്ഡ് എങ്ങനെയാണ് പോണത്. അവരുടെ പലപ്പോഴും ഞാൻ പല ട്രാൻസ്ജെൻഡേഴ്സിനോട് സംസാരിച്ചിട്ടുള്ളപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്യൂബർട്ടി പ്രായം പൂർത്തിയാകുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ആഘോഷവേളകളാണ്. ഒരു ട്രാൻസ്ജെൻഡറെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രോമയുടെ തുടക്കമാണ്. ഏതെങ്കിലും ഒരു ലിംഗനിബദ്ധമായി തന്നെ ജീവിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ എന്താ പറയുക, ഒരു തിരിശേഷിപ്പാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കിപത്രമാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരു ബാല്യവും യൗവനമാണ് അവർ കടന്നു പോകുന്നത്. അതിൻ്റെ ട്രോമ ഒരു വലിയ പങ്ക് ഈ സിനിമയിൽ ഭംഗിയെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പലപ്പോഴും കേൾക്കാതെ പോകുന്ന ഒരുപാട് ശബ്ദങ്ങളാണ് വന്ധ്യവയോധികരുടേത്. അങ്ങനെ ഒരു പ്രായമുള്ള ഒരാളുടെ ജീവിതം എങ്ങനെയാണെന്ന്, അങ്ങനെയുള്ള ആൾക്കാർ ഒന്നിച്ചു ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥാന്തരം എന്താണ് ലോകത്ത്, അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസം എന്താണെന്നൊക്കെ ഭംഗിയായിട്ട് ചിത്രീകരിക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതൊരു തീർച്ചയായിട്ടും ഒരു നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന, നമ്മൾ ഈ ഒരുപാട് ശബ്ദിക്കുന്നവരുടെ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സംസാരിക്കുന്നവർക്ക് മാത്രമേ വിലയുള്ളൂ. നിരാലംബരായിട്ട് നിശ്ചേഷ്ടരായിട്ട് എഴുന്നേറ്റടക്കാൻ പറ്റാതെ കഴിയുന്ന ആൾക്കാരുടെ ശബ്ദമാവാൻ ഈ സിനിമയ്ക്ക് സാധിക്കാൻ പറ്റിയാൽ അതാണ് ഈ സിനിമയുടെ വിജയം. അപ്പോൾ അതിനകത്ത് സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക വിഹ്വലത തോന്നും നമുക്ക് ആ സിനിമ കാണുന്ന സമയത്ത്. ആ വിഹ്വലതയ്ക്ക് ശബ്ദം കൊടുക്കാൻ പറ്റി എന്നുള്ളത്, എനിക്ക് പാട്ട് പാടുമ്പോൾ ഒരു പാട്ട് പാടി സിനിമാ പാട്ടുകാരനായി, സിനിമയിൽ പാടിയ ഒരു പോലീസുകാരനായി എന്നൊക്കെയുള്ളൊരു ചാരിതാർത്ഥ്യമാണ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ടീസർ കണ്ടു, അത് കഴിഞ്ഞ് ഇതിൻ്റെ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പണ്ട് സിബു ഇവിടെ ഇതേ വേദിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വലിയ ആളായി പോകുമ്പോൾ എന്നെ മറന്നുപോലെ എന്ന് പറഞ്ഞൊരു തമാശയുണ്ട്. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇതെൻ്റെ ശബ്ദം തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്ന രീതിയിൽ അത് ആ സിനിമയെ നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുഴുവൻ ഭംഗിയായിട്ടാണ് സിബു ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ആ സിനിമ കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ എളിയ സംരംഭകരെ വിജയിപ്പിക്കണം. ഇതുപോലെയുള്ള സന്ദേശങ്ങൾ ഇനിയും വരാനായിട്ട്. ഞാൻ കുറച്ച് മുമ്പ് പറയായിരുന്നു, നമ്മുടെ ഈ ട്രാൻസ്ജെൻഡർ എന്താണ് എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ അറിയില്ല. നമ്മുടെ പല സിനിമകളിലും ട്രാൻസ്ജെൻഡേഴ്സിനെ ചിത്രീകരിക്കുന്നത് അവസാനിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു പുരുഷലിംഗത്തിലോ സ്ത്രീലിംഗത്തിലോ എത്തിയാൽ മാത്രമാണ് ജീവിതത്തിൻ്റെ പൂർണ്ണത വരുന്നതെന്ന് കരുതുന്ന എന്താ പറയുക, പൊതുസമൂഹത്തിൻ്റെ പൊതുവിവക്ഷയുമായിട്ട് യോജിച്ചുകൊണ്ടാണ് ആ സിനിമകൾ അവസാനിക്കുന്നത്.
ട്രാൻസ്ജെൻഡറിൻ്റെതായിട്ടുള്ള അസ്തിത്വം ഉണ്ടെന്നും അവർക്ക് അങ്ങനെ തന്നെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നും ഉദ്ഘോഷിക്കുന്ന ഒരു സിനിമയും കൂടിയാണിത്. അവരുടെ അസ്തിത്വത്തിനെ മാറ്റിമറിക്കാതെ അവരുടെ ലിംഗപരമായ ഐഡൻറ്റിറ്റി സമൂഹം നിഷ്കർഷിക്കുന്ന രീതിയിലാക്കാതെ തന്നെ അവർക്കൊരു അസ്തിത്വമുണ്ട്, അവരുടെ സ്വത്വം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു സന്ദേശം കൂടെ ഈ സിനിമ തരുന്നുണ്ട്. അത്തരത്തിലൊക്കെ വളരെ നല്ലൊരു സന്ദേശം കൊടുക്കുന്നൊരു സിനിമയാണ്. ഒരുപാട് തമാശയൊന്നും ഉണ്ടെന്ന് അവകാശപ്പെടാനില്ല, പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ തന്നെ നോക്കി ചിരിക്കാനുള്ള ഒരുപാട് അവസരം ഈ സിനിമ തരും.